ഈ എപ്പിസോഡിൽ പ്രധാനമായും വിവരിക്കുന്നത് വിശുദ്ധ ഫിലിപ്പോസ് ശ്ലീഹായുടെ കബറിടം കണ്ടെത്തിയ യാത്രാനുഭവങ്ങളാണ്. ലൗദോക്കിയയുടെ ചാരകൂമ്പാരങ്ങളിൽ നിന്നും സ്മിർനായിലെ 7 സഭകളുടെ വിശ്വാസ തീക്ഷ്ണത നെഞ്ചിലേറ്റിക്കൊണ്ടും ഞങ്ങൾ പമുക്കയിലെ ഹിരാപോളിസ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ലൗദോക്കിയയിൽ നിന്നും ഏതാണ്ട് 20 മിനിറ്റ് ദൂരത്തിലാണ് ഹിരാപോളിസ് എന്ന് പറയുന്ന വലിയ നഗരം. ഇന്നത് പമുക്കാലെ എന്നാണ് അറിയപ്പെടുന്നത്. ഉച്ചതിരിഞ്ഞ് ഏതാണ്ട് 2 മണിയോടെയാണ് ഞങ്ങൾ ആ പുരാതന നഗരത്തിൻ്റെ കവാടത്തിലെത്തിയത്. കത്തുന്ന വെയിലിലും ആ കുന്നിൻ മുകളിൽ മറഞ്ഞു കിടക്കുന്ന വിശുദ്ധ ഫിലിപ്പോസ് ശ്ലീഹായുടെ കബറിടം കണ്ടെത്തണം എന്ന ആഗ്രഹമായിരുന്നു ഞങ്ങളിൽ ജ്വലിച്ചു നിന്നത്. പുരാതന കാലത്ത് വിശുദ്ധ നഗരം എന്നറിയപ്പെട്ടിരുന്ന ഒരു നഗരമാണ് ഹിരാപോളിസ്. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് ഹിരാപോളിസ് പ്രശസ്തമായിരുന്നത്. ഒന്ന്, ജീവിതത്തിൻ്റെ പ്രതീകമായ അപ്പോളോ ക്ഷേത്രവും 2, മരണത്തിൻ്റെ കവാടം എന്ന് വിളിക്കപ്പെട്ടിരുന്ന പ്ലൂട്ടോണിയവും. സൗഖ്യം നൽകുന്ന അപ്പോളോ ക്ഷേത്രത്തിൽ വെളിച്ചത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദൈവമായാണ് അപ്പോളോയെ ആരാധിച്ചിരുന്നത്. BC 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം നഗരത്തിൻ്റെ ഐശ്വര്യമായി കരുതിയിരുന്നു. ഇവിടുത്തെ ചൂട് നീരുറവകൾക്ക് രോഗം മാറ്റാനുള്ള കഴിവുണ്ടെന്ന് അവിടുത്തെ വിശ്വസിച്ചിരുന്നു. അതിനാൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ചികിത്സയ്ക്കായിത്തീരുന്നു. മരണത്തിൻ്റെ കവാടമായ പ്ലൂട്ടോണിയം അപ്പോളോ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഭീതിജനകമായ ഒരു ഗുഹയാണ്. പാതാളത്തിൻ്റെ ദൈവമായ പ്ലൂട്ടോയുടെ വാസസ്ഥലമാണിതെന്ന് ഇവിടെയുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നു. ഈ ഗുഹയ്ക്കടുത്ത് പോകുന്ന പക്ഷികളും മൃഗങ്ങളും പെട്ടെന്ന് ചത്തു വീഴുമായിരുന്നു. ഇതൊരു ദൈവീക കോപമാണെന്നായിരുന്നു അന്ന് നാട്ടുകാരുടെ ധാരണ. ഇതിന് പിന്നിലെ ശാസ്ത്രീയമായ സത്യത്തിൽ ഭൂമിക്കടിയിലെ വിള്ളലുകളിൽ നിന്ന് വൻതോതിൽ പുറത്തേക്ക് വരുന്ന കാർബൺ ഡയോക്സൈഡ് വാതകമാണ് ഈ മരണങ്ങൾക്ക് കാരണമായിരുന്നത്. വായുവിനേക്കാൾ ഭാരമുള്ള ഈ വാതകം തറയോട് ചേർന്നാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ തറയോട് ചേർന്ന് ശ്വസിക്കുന്ന മൃഗങ്ങളായിരുന്നു പെട്ടെന്ന് മരിച്ചുകൊണ്ടിരുന്നത്. നിവർന്നു നിന്നിരുന്ന മനുഷ്യരും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്ന പുരോഹിതന്മാർക്കുമൊക്കെ ഈ വാതകം ഏൽക്കാത്തതുകൊണ്ട് അവർ ഇതിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഇത് തങ്ങളുടെ അത്ഭുത ശക്തിയാണെന്ന് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നൂറ്റാണ്ടുകളോളം ഇങ്ങനെ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്ന ഹിരാപോളിസിൽ 1-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഒരു വലിയ മാറ്റമുണ്ടായി. വിശുദ്ധ ഫിലിപ്പോസ് തൻ്റെ മക്കളോടൊപ്പം ഇവിടെ എത്തിയതോടെയാണ് നഗരം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പതിയെ മാറാൻ തുടങ്ങിയത്. ഇത് ഹിരാപോളിസിന്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു തുടക്കത്തിന് ആരംഭമായിരുന്നു. ഈശോയെ അനുഗമിക്കാൻ ആദ്യമായി വിളിക്കപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ ഫിലിപ്പോസ്. ഗലീലി കടൽ തീരത്തെ ബെത്സയിദ എന്ന ഗ്രാമത്തിലായിരുന്നു ഫിലിപ്പോസിന്റെ ജനനം. വിശുദ്ധ പത്രോസും അന്ത്രയോസും ഇതേ നാട്ടുകാരായിരുന്നു. ഈശോ നേരിട്ട് ചെന്ന് എന്നെ അനുഗമിക്കുക എന്നാവശ്യപ്പെട്ട ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ് ഫിലിപ്പോസ്. ഈശോയുമായുള്ള കൂടിക്കാഴ്ച ഫിലിപ്പോസിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ സുഹൃത്തായ നഥാനിയേലുമായി ഇപ്രകാരം പങ്കുവച്ചത്: പ്രവാചകന്മാരാരെക്കുറിച്ച് എഴുതിയോ ആ മിശിഹായെ ഞങ്ങൾ കണ്ടുമുട്ടി എന്ന ആവേശത്തോടെ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സുഹൃത്തിനെയും മിശിഹായിലേക്ക് നയിക്കുവാൻ അദ്ദേഹം മുൻകൈയെടുത്തത്. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ വിവിധ ദേശങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ പുറപ്പെടുകയുണ്ടായല്ലോ. ചരിത്ര രേഖകൾ പ്രകാരം വിശുദ്ധ ഫിലിപ്പോസ് പ്രധാനമായും ഗ്രീസ്, സിറിയ, ഏഷ്യ മൈനർ അതായത് ഇന്നത്തെ തുർക്കി എന്നീ രാജ്യങ്ങളിലാണ് ഈശോയെക്കുറിച്ച് സുവിശേഷം അറിയിച്ചത്. ഇന്നത്തെ യുക്രൈൻ, റഷ്യ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പുരാതന സിഥിലിയ എന്ന വിശാലമായ പ്രദേശത്ത് ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം സുവിശേഷ പ്രചാരണം നടത്തി എന്ന് കരുതപ്പെടുന്നുണ്ട്. അക്കാലത്ത് വിഗ്രഹാരാധനയിൽ മുഴുകിയിരുന്ന അനേകം ആളുകളെ തൻ്റെ പ്രസംഗങ്ങളിലൂടെയും ജീവിത സാക്ഷ്യത്തിലൂടെയും അദ്ദേഹം ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് നയിച്ചു. ഭരണാധികാരികളിൽ നിന്ന് ഇതിന് കടുത്ത പീഡനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നെങ്കിലും പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് വിവിധ സഭാ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റു പല സ്ലീഹന്മാരിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ ഫിലിപ്പോസ് വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം ഒരു കുടുംബസ്ഥനായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സാക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് 3-4 പുത്രിമാർ ഉണ്ടായിരുന്നുവെന്നും സഭാചരിത്രകാരനായ എവ്സേബിയസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന ഈ മക്കൾ സുവിശേഷ വേലയിൽ പിതാവിനെ സജീവമായി സഹായിച്ചിരുന്നു. അവരിൽ 2 പേർ വിവാഹം കഴിക്കാതെ കന്യകമാരായി ജീവിച്ചുകൊണ്ട് ദൈവസേവനത്തിനായി ജീവിതം സമർപ്പിച്ചു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഫിലിപ്പോസ് തൻ്റെ സുവിശേഷ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഹിരാപോളിസിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു മകളെ ഹിരാപോളിസിൽ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രസ്റ്റീജിയസ് ഗെയിംസ്
തൻ്റെ സുവിശേഷ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് പീലിപ്പോസ് ഹീരാപോളിസിലെത്തുന്നത്. അക്കാലത്ത് ഇവിടം പേഗൻ ആരാധനയുടെ പ്രധാന കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ചും എക്ഡീന എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു ഭീമാകാരമായ സർപ്പത്തെ അവിടുത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്നു. പീലിപ്പോസ് അവിടെ എത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ സർപ്പം ചത്തുപോയെന്നും വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. ഇത് നഗരത്തിലെ വിജാതീയരായ പുരോഹിതന്മാരെയും ഭരണാധികാരികളെയും വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. തങ്ങളുടെ ആരാധനാക്രമത്തെ തകർത്ത ഈ അപരിചിതനെ ഇല്ലായ്മ ചെയ്യുവാൻ അങ്ങനെ അവർ തീരുമാനിച്ചു. AD 80 ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് പീലിപ്പോസ് ഹീരാപോളിസിൽ വെച്ച് തടവിലാക്കപ്പെടുന്നത്. നഗരമധ്യത്തിൽ വെച്ച് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ അദ്ദേഹം വിചാരണയ്ക്ക് ശേഷം വധിക്കുവാനായി വിധിക്കപ്പെട്ടു. തല കീഴായി കുരിശിൽ തറച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ കാലുകളിലൂടെ ചങ്ങലകൾ കോർത്ത് തൂക്കിയിടുകയായിരുന്നു എന്നും ചില ചരിത്രരേഖകൾ പറയുന്നുണ്ട്. മരണവേളയിൽ പോലും അദ്ദേഹം തന്നെ പീഡിപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മറന്നില്ല. പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസും അവിടെ ആ സമയം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ ധീരമായ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ ഇന്നും ഹീരാപോളിസിലെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഹീരാപോളിസിന്റെ കവാടം കടന്നപ്പോൾ കൺമുമ്പിൽ കണ്ടത് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന പുരാതന ലോകത്തിന്റെ അവശിഷ്ടങ്ങളാണ്. തകർന്നടിഞ്ഞ വലിയ ശില്പങ്ങളും റോമൻ നിർമ്മിതികളും നിറഞ്ഞ ആ വിശാലതയിൽ വിശുദ്ധ ഫിലിപ്പോസിന്റെ കബറിടം എവിടെയാണെന്ന് കണ്ടെത്തുക അസാധ്യമായിരുന്നു. കൃത്യമായ ദിശാസൂചകങ്ങളുടെ അഭാവത്തിൽ ഞങ്ങൾ 4 പേരും ഒരു തീരുമാനമെടുത്തു. ഓരോരുത്തരും ഓരോ ദിശയിലേക്കും പോവുക. അങ്ങനെ കണ്ടെത്തുന്നയാൾ മറ്റുള്ളവരെ വിവരമറിയിച്ച് വിശുദ്ധ പീലിപ്പോസിന്റെ ടോംബിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. കാരണം പീലിപ്പോസിന്റെ കബറിടം എവിടെയെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടെ കാണിച്ചിരുന്നില്ല. പുരാതന തിയേറ്ററുകൾക്കും കമ്പോളങ്ങൾക്കും അല്ലെങ്കിൽ അഗോറകൾ എന്നറിയപ്പെടുന്ന കമ്പോളങ്ങൾക്കും റോമൻ കുളിക്കടവുകൾക്കും ഇടയിലൂടെ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും നടന്നു നീങ്ങി. ഹീരാപോളിസിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ഒരു കുന്നിൻ മുകളിൽ നിശബ്ദത പുതച്ചു കിടക്കുന്ന ആ പ്രദേശം വളരെ നേരത്തെ തെരച്ചിലിന് ശേഷം ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി. വിശുദ്ധ ഫിലിപ്പോസിന്റെ കബറിടത്തിലേക്കുള്ള യാത്ര തന്നെ ഒരു തീർത്ഥാടനമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭക്തരായ തീർത്ഥാടകർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശുദ്ധന്റെ സന്നിധിയിലേക്ക് നടന്നു കയറിയ കല്ലുപാകിയ പുരാതന പാത ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട്.
കബറിടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം വലിയ ജലസംഭരണികളുടെ അവശിഷ്ടങ്ങളും കാണാൻ സാധിക്കും. വിശുദ്ധന്റെ സന്നിധിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തീർത്ഥാടകർ ശരീരം ശുദ്ധമാക്കുവാൻ ഉപയോഗിച്ചിരുന്ന പവിത്രമായ സ്ഥലമായിരുന്നിരിക്കണം ഈ കുളിക്കടവുകൾ. തകർന്നുപോയ ഇപ്രകാരമുള്ള കമാനങ്ങൾക്കിടയിലൂടെ ആ കുന്നിൻ മുകളിലേക്ക് കയറുന്നത് പ്രത്യാശയുടെ ഒരു വലിയ കവാടം തുറക്കുന്നത് പോലെ സുന്ദരമായിരുന്നു. വർഷങ്ങളോളം വിശുദ്ധന്റെ കബറിടം ഇങ്ങനെ അറിയപ്പെടാതെ കിടന്നിരുന്നു എങ്കിലും 2011 ആധുനിക കാലത്ത് ചരിത്രപ്രധാനമായ വിശുദ്ധ പീലിപ്പോസിന്റെ കബറിടം ഇവിടെയെന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നത്. 8 വശങ്ങളുള്ള വലിയൊരു പള്ളിയുടെ തൊട്ടടുത്തായി ഒരു ചെറിയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ ചരിത്രകാരന്മാർ കണ്ടെത്തുകയുണ്ടായി. ഈ പള്ളിയുടെ മധ്യഭാഗത്തായി തറനിരപ്പിൽ നിന്നും അല്പം താഴ്ന്ന നിലയിലാണ് വിശുദ്ധന്റെ യഥാർത്ഥ കബറിടം സ്ഥിതി ചെയ്യുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ റോമൻ ശവകുടീരങ്ങളുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട ഈ ശവകുടീരത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധന്റെ ശരീരം അടക്കം ചെയ്തിരുന്നു എന്നാണ് ചരിത്രം. പിൽക്കാലത്ത് തിരുശേഷിപ്പുകൾ റോമിലേക്ക് മാറ്റപ്പെട്ടുവെങ്കിലും ആ പവിത്രമായ സ്ഥലം ഇന്നും വിശ്വാസികൾക്ക് വലിയൊരു ഊർജ്ജമാണ്. കബറിടത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളും വിസ്മയകരമാണ്. ബൈസന്റൈൻ കാലഘട്ടത്തിൽ കബറിടത്തിന് ചുറ്റും പാകിയിരുന്ന മാർബിൾ അലങ്കാരങ്ങളുടെയും വിലപിടിപ്പുള്ള കല്ലുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ ശേഷിക്കുന്നുണ്ട്. ചുമരുകളിലും തൂണുകളിലും പുരാതന ഭാഷകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധം ചില പ്രാർത്ഥനകളും ക്രൈസ്തവ ചിഹ്നങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. കബറിടത്തിൻ്റെ കവാടത്തിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ മരണത്തിൻ്റെ കവാടമെന്ന് ഒരു കാലത്ത് വിളിക്കപ്പെട്ട പ്ലൂട്ടോണിയവും അതുപോലെ തന്നെ അപ്പോളോ ക്ഷേത്രവും കാണാൻ സാധിക്കും. അന്ധവിശ്വാസങ്ങൾക്കും ഭയത്തിനും മുകളിൽ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി ഫിലിപ്പോസിൻ്റെ കബറിടം ഇന്നും ആ കുന്നിൻ മുകളിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇറ്റാലിയൻ ഗവേഷകർ നടത്തിയ ഗവേഷണത്തിലാണ് ഇവിടെ ഈ ദേവാലയത്തിലാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള ഫിലിപ്പോസ് വധിക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം. അതിന് നമുക്ക് അനുബന്ധമായിട്ട് മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ ഗവേഷണത്തോട് ചേർന്ന് അതിനെ സാധൂകരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത് തീർച്ചയായിട്ടും ഒരു ദേവാലയമാണ്. ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ എന്ന നിലയിൽ ഇപ്പോൾ തന്നെ അത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ അവശേഷിച്ചിരിക്കുന്ന മാർബിൾ പീസുകളിലെല്ലാം കുരിശിൻ്റെ ചിഹ്നം നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇവരുടെ ഗവേഷണം അർത്ഥപൂർണമായിട്ടുള്ള ഒന്നാണ്. അതോടൊപ്പം തന്നെ അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ
ഇതിനെക്കുറിച്ച് ഇനിയും ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ സ്ഥലം ഹിരാപ്പോളിസ് ആണ്. ഹിരാപ്പോളിസ് എന്നുള്ള വാക്കിനർത്ഥം സേക്രഡ് സിറ്റി എന്നാണ്. ഇത് ലവദോക്കിയ സഭയുടെ ഏറ്റവും അടുത്ത പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇവിടെയുള്ള ഒരു ഗൈഡ് പറഞ്ഞ കാര്യം തന്നെ ക്രിസ്ത്യാനിറ്റിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ മലയിലാണെന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് സൂചന നൽകിയത്. അവിടെ എൻട്രൻസിൽ ഇരുന്നവർക്ക് പോലും ഒരുപക്ഷെ അറിയത്തില്ലാതിരുന്ന ഒരു കാര്യമാണ് ആ ഒരു ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞത്. ആ ഗൈഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ സഞ്ചരിച്ച് ഈ മലമുകളിൽ എത്തിയപ്പോഴാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ ഇൻഫർമേഷൻ നൽകുന്ന ബോർഡും അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. അവിടെ മറ്റ് കല്ലറയും ദേവാലയത്തിൻ്റെ നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ ഭാഗങ്ങളും എല്ലാം കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചു. നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തിന് അംഗീകാരം നൽകിയതോടെയാണ് ഹീരാപ്പോളിസ് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. എന്നാൽ നൂറ്റാണ്ടുകളിലൂടെ ഈ പ്രദേശം കടന്നുപോയത് വലിയ പീഡനങ്ങളിലൂടെയാണ്. ഒന്നാമതായി AD 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികൾ ക്രൂരമായി വേട്ടയാടപ്പെട്ടു. ഡൊമീഷ്യൻ, ഡയക്ലോഷ്യസ് തുടങ്ങിയ റോമൻ ചക്രവർത്തിമാരുടെ കാലത്ത് വിശ്വാസികളെ സിംഹങ്ങൾക്കിരയാക്കിയും കുരിശിലേറ്റിയും വധിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ പീലിപ്പോസ് ഹീരാപ്പോളിസിൽ കൊല്ലപ്പെടുന്നത്. പിന്നീട് ഹിരാപ്പോളിസ് നേരിടുന്ന ആക്രമണം 7-ാം നൂറ്റാണ്ടിലുണ്ടായ പേർഷ്യൻ സൈന്യത്തിൻ്റെയും അതേ തുടർന്നുണ്ടായ അറബ് സൈന്യത്തിൻ്റെയും ആക്രമണങ്ങളാണ്. പിന്നീട് 11-ാം നൂറ്റാണ്ടിൽ സെൽജുക് തുർക്കികൾ മൻസിക്കറുടെ യുദ്ധത്തിൽ വിജയിച്ചതോടെ ഏഷ്യ മൈനറിലെ ക്രൈസ്തവ സ്വാധീനത്തിന് വലിയ മങ്ങലേൽക്കുകയുണ്ടായി. ഒടുവിൽ 14-ാം നൂറ്റാണ്ട് മുതൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിൽ ക്രൈസ്തവർ ദിമ്മികൾ അഥവാ സംരക്ഷിക്കപ്പെടേണ്ട 2-ാം തരം പൗരന്മാരായി മാറ്റപ്പെട്ടു. അവർക്ക് വലിയ നികുതികൾ, ജിസ്യ എന്ന് പറയുന്ന നികുതികൾ കൊടുക്കേണ്ടി വന്നു. ഈ കാലയളവിൽ പല വലിയ ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം പള്ളികളായി മാറ്റപ്പെടുകയുണ്ടായി. 1915 നടന്ന അർമേനിയൻ വംശഹത്യയും അതേ തുടർന്നുണ്ടായ ഗ്രീക്ക് തുർക്കി ജനസംഖ്യ കൈമാറ്റവും തുർക്കിയിലെ ക്രൈസ്തവ സാന്നിധ്യം ഏകദേശം പൂർണ്ണമായും ഇല്ലാതാക്കി. ഇന്ന് 99% മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ക്രിസ്തുമതം വെറും പുരാതന അവശിഷ്ടങ്ങളിൽ മാത്രമായി ഒതുങ്ങപ്പെടുകയാണ്. 2011 ഇറ്റാലിയൻ പുരാവസ്തു ഗവേഷകനായ ഫ്രാൻചെസ്കോ ദി ആന്ത്രയ ഈ കബറിടം കണ്ടെത്തുന്നത് വരെ ഹിരാപ്പോളിസിന്റെ മണ്ണിൽ ഈ നിഗൂഢത മറഞ്ഞു കിടക്കുകയായിരുന്നു. 5-ാം നൂറ്റാണ്ടിന്റെ പ്രതാപം വിളിച്ചോതുന്ന 8 വശങ്ങളുള്ള ആ വലിയ പള്ളി മേൽക്കൂരയില്ലാതെ ഇന്ന് നഗ്നമായ ഒരാകാശത്തിന് കീഴിൽ ഒരു അസ്ഥികൂടം പോലെ കിടക്കുകയാണ്. എങ്കിലും ആ ശിലാഫലങ്ങൾക്കിടയിലൂടെ വീശിയ കാറ്റിനു പോലും ആദിമസഭയുടെ പതറാത്ത വിശ്വാസത്തിൻ്റെ കഥയാണ് പറയാനുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ പ്രാർത്ഥനാ നിരതരായി കുറേ സമയം നിന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 10,000-കണക്കിന് തീർത്ഥാടകർ മുട്ടുമടക്കിയ ആ മണ്ണിൽ വിരൽ തൊടുമ്പോൾ സമയം നിശ്ചലമായതുപോലെ തോന്നി. ഒരുപക്ഷെ ഈ കല്ലുകളിൽ എവിടെയെങ്കിലും ഇരുന്നാകാം വിശുദ്ധ പീലിപ്പോസ് തൻ്റെ അവസാന ശ്വാസം ഭൂമിക്ക് നൽകിയത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കാനായി എത്തിയ അതേ മണ്ണിലാണല്ലോ ഞങ്ങളും നിൽക്കുന്നത് എന്നോർത്തപ്പോൾ മനസ്സ് നിറഞ്ഞു.
വിശുദ്ധ പീലിപ്പോസ് തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ നൽകിയ ഈ ഭൂമിയിൽ ഇന്നും ആ പഴയ പ്രാർത്ഥനകളുടെ ഗന്ധം അവശേഷിക്കുന്നത് പോലെ തോന്നി. അധികാരങ്ങളും കെട്ടിടങ്ങളും മണ്ണടിഞ്ഞാലും സ്നേഹത്തിനും സത്യത്തിനും വേണ്ടി മരിച്ചവരുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കയില്ലെന്ന് ആ നിമിഷങ്ങൾ ഓർമ്മിപ്പിച്ചു. പ്രതാപങ്ങൾ മണ്ണടിയുമ്പോഴും സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി ജീവൻ നൽകിയവരുടെ ഓർമ്മകൾ എങ്ങനെ നിത്യതയോളം പ്രകാശിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ആ നിമിഷം. വിശുദ്ധ പീലിപ്പോസിന്റെ കബറിടത്തിന് മുമ്പിൽ ചിലവഴിച്ച ആ സമയം ചരിത്രത്തിലൂടെ പിന്നോട്ട് സഞ്ചരിക്കുന്നത് പോലെ തോന്നി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നിറങ്ങിയപ്പോൾ പമുക്കലയുടെ വെളുത്ത ശിലാപാളികളിൽ സുവർണ കിരണങ്ങൾ തട്ടി പ്രതിഫലിക്കുകയുണ്ടായി. പ്രകൃതി ഒരുക്കിയ ആ വിശുദ്ധ ശോഭയിൽ ഹിരാപ്പോളിസ് ഒരു സ്വർഗീയ ഭൂമിയായി അപ്പോൾ അനുഭവപ്പെട്ടു. 5 മണിക്കൂറോളം ആ ശിലാഫലകങ്ങൾക്കിടയിൽ ഞങ്ങൾ നടത്തിയ തിരച്ചിലും പ്രാർത്ഥനയും പൂർത്തിയായപ്പോൾ ഹൃദയത്തിൽ വലിയൊരു ആത്മീയ നിർവൃതിയാണ് അനുഭവപ്പെട്ടത്. താഴ്വരയിൽ വിനോദസഞ്ചാരികളുടെ ആരവങ്ങളും ക്യാമറ കണ്ണുകളുടെ മിന്നലുകളും നിറഞ്ഞു നിൽക്കുമ്പോഴും കുന്നിൻ മുകളിലെ ശാന്തമായ ആ കബറിടം ഒരു നിശബ്ദ സാക്ഷിയെപ്പോലെ നിലകൊണ്ടു. വിശുദ്ധ പീലിപ്പോസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ന് റോമിലെ ബെസിലിക്ക ഓഫ് 12 അപ്പോസ്റ്റൽസ് അല്ലെങ്കിൽ ബെസിലിക്ക ദെല്ലി 12 അപ്പോസ്തോലി എന്ന ബെസിലിക്കയിൽ നിത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എങ്കിലും വിശുദ്ധ പീലിപ്പോസ് ശ്ലീഹായുടെ അദൃശ്യ സാന്നിധ്യം ഇന്നും ഹിരാപ്പോളിസിലെ ആ കുന്നിൻ മുകളിൽ പ്രാർത്ഥനയായി അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആ തകർന്ന ചുവരുകൾക്കിടയിൽ നിന്ന് ഞങ്ങൾ മടങ്ങുമ്പോൾ മനസ്സിലൊരു വലിയ സത്യം തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഭൗതികമായ പ്രതാപങ്ങൾ കാലപ്രവാഹത്തിൽ മണ്ണടിയുമ്പോഴും സ്നേഹത്തിൻ്റെ രക്തസാക്ഷിത്വം തീക്ഷ്ണമായ ഒരു അഗ്നിനാളമായി യുഗങ്ങളോളം ജ്വലിച്ചു നിൽക്കുമെന്ന്. ആ ആത്മീയ ദർശനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാണ് വിശുദ്ധ മണ്ണിൽ നിന്നും മടങ്ങിയത്.